ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇത്തവണത്തെ ബാലൻഡിയോർ പുരസ്കാര ജേതാവിനെ അടുത്ത മാസം 22-ാം തീയതിയാണ് പ്രഖ്യാപിക്കുക. അതിനു മുൻപുള്ള നോമിനി ലിസ്റ്റൊക്കെ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. FC ബാഴ്സലോണയുടെ സൂപ്പർ താരമായ ലാമിൻ യമാൽ, അതുപോലെ തന്നെ PSG സൂപ്പർ താരമായ ഡെംബലെ എന്നീ രണ്ട് താരങ്ങളിൽ ഒരാൾക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നത്. ഡെംബലെ നേടും എന്നാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്നാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ബ്രസീലിയൻ സൂപ്പർ താരമായ കാസമിറോക്ക് ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ് ഉള്ളത്. അതായത് ഇത്തവണത്തെ ബാലൻഡിയോർ പുരസ്കാരം അത് ലിവർപൂൾ സൂപ്പർ താരമായ മുഹമ്മദ് സലാ അർഹിക്കുന്നു എന്നാണ് കാസമിറോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇത്തവണത്തെ ബെസ്റ്റ് പ്ലെയർ അത് മുഹമ്മദ് സലായാണ്. ഇത്തവണത്തെ ബാലൻഡിയോർ അർഹിക്കുന്നത് അദ്ദേഹമാണ്. കാരണം മത്സരങ്ങളിൽ അത്രയധികം ഇമ്പാക്റ്റ് അദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട്. ഒരുപാട് ഗോളുകളും ഒരുപാട് അസിസ്റ്റുകളും അദ്ദേഹം നേടിയിട്ടുണ്ട്. കഴിഞ്ഞ സീസണിലെ ഏറ്റവും ബാലൻസ്ഡ് ആയിട്ടുള്ള താരം അത് മുഹമ്മദ് സലായാണ്. ഇതാണ് ഇപ്പോൾ കാസമിറോ പറഞ്ഞിട്ടുള്ളത്. ശരിയാണ്, കഴിഞ്ഞ സീസണിൽ ലിവർപൂളിന് വേണ്ടി മികച്ച പ്രകടനം സല നടത്തിയിട്ടുണ്ട്. പ്രീമിയർ ലീഗിൽ 29 ഗോളുകളും 18 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. എല്ലാ കോമ്പറ്റീഷനിലുമായി 34 ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. പ്രീമിയർ ലീഗ് കിരീടം അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. പക്ഷേ UCL നേടാൻ ലിവർപൂളിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഏതായാലും സല എത്രാമത് ഫിനിഷ് ചെയ്യും എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.